Good morning students, welcome to this video. In this class I am dealing with Fleming's left hand rule. നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് Fleming's left hand rule ആണ്. Okay. What is the use of this Fleming's left hand rule? എന്താണ് ഈ Fleming's left hand ruleന്റെ ഉപയോഗം? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിന്റെ എക്സ്പ്രഷൻ പറഞ്ഞായിരുന്നു F=B/L. അപ്പോൾ നമ്മള് കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് നമ്മൾ ആ ഇക്വേഷൻ പഠിച്ചു. ഫോഴ്സ് എക്സർട്ടഡ് ഓൺ എ current carrying conductor placed in a magnetic field is F=B/L, where B is the magnetic flux density and L is the length of the conductor. അപ്പോൾ ആ ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ പഠിച്ചു. അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന കണ്ടക്ടർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു. F=B/L. ഇനി ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ ആണ് ഈ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വഴി നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ആ മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ആ കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷനാണ് നമുക്ക് ഈ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പഠിക്കുന്നത് വഴി മനസ്സിലാക്കാൻ കഴിയുന്നത്. ആക്ച്വലി ദിസ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഹെൽപ്സ് us to predict the movement of current carrying conductor placed in a magnetic field. Okay, അപ്പോൾ ഈ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ നമ്മളെ സഹായിക്കുന്നത് ആ മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ, ആ ഡയറക്ഷൻ എങ്ങോട്ടാണെന്നാണ് ഈ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വ്യക്തമാക്കുന്നത്. Okay, this Fleming's left hand rule helps us to find the direction of force experienced by a current carrying conductor placed in a magnetic field. അപ്പോൾ Fleming's left hand rule നമ്മളെ സഹായിക്കുന്നത് ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിൽ എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്, ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്, അതാണ് ഈ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള് വ്യക്തമാക്കുന്നത്. ആ കണ്ടക്ടറിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ, അതിന്റെ ദിശ എങ്ങോട്ടാണ്, അതാണ് ഈ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള് നമ്മളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, Fleming's left hand rule states that stretch out left hand stretch out here and extend thumb, forefinger, middle finger in such a direction that all the three are in mutually perpendicular direction. അപ്പോൾ ഈ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ നമ്മളെ പറഞ്ഞു മനസ്സിലാക്കുന്നത് ലെഫ്റ്റ് ഹാൻഡ് സ്ട്രെച്ച് ചെയ്യുക, എന്നിട്ട് ഈ തമ്പ് പെരുവിരൽ, ഇൻഡെക്സ് ഫിംഗർ ചൂണ്ടുവിരൽ, മിഡിൽ ഫിംഗർ നടുവിരൽ, ഈ മൂന്ന് വിരലും മ്യൂച്വലി പെർപെൻഡിക്കുലറായ ഡയറക്ഷനിൽ പിടിക്കുക. ഇത് കണ്ടോ, ഇത് തമ്പാണ്, പെരുവിരലാണ്, ഇത് ചൂണ്ടുവിരലാണ്, ഇത് നടുവിരലാണ്. ഈ മൂന്ന് വിരലും പിടിച്ചിരിക്കുന്ന ആ ഡയറക്ഷൻ നോക്കുക, മൂന്നും
പെർപെൻഡിക്കുലർ, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയ ഡയറക്ഷനിലാണ് അത് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സ്ട്രെച്ച് ചെയ്യുന്നു, എന്നിട്ട് ഈ 3 ഫിംഗേഴ്സും പിടിച്ചിരിക്കുന്ന ഡയറക്ഷൻ നോക്കുക. ഇപ്പോൾ ഇത് നോക്ക്, ഈ തള്ളവിരലും അതായത് പെരുവിരലും ഈ ചൂണ്ടുവിരലും മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ്. അതേപോലെ ഈ ചൂണ്ടുവിരലും നടുവിരലും മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ്. അപ്പോൾ ഈ 3 ഫിംഗറും എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ്. ഓക്കെ, അപ്പോൾ ഇത് തമ്പ്, ഇത് 4 ഫിംഗർ, ഇത് മിഡിൽ ഫിംഗർ. ഈ 3 ഫിംഗർ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 3 പിടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ്. അങ്ങനെ വരുമ്പോൾ this 4 finger points the direction of magnetic field. This 4 finger points the direction of magnetic field. അപ്പോൾ ഈ 3 ഫിംഗേഴ്സും മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ പിടിച്ചു കഴിഞ്ഞാൽ ഈ 4 ഫിംഗർ പോയിന്റ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണ്. ഓക്കെ, ഈ മിഡിൽ ഫിംഗർ പോയിന്റ് ചെയ്യുന്നത് കറണ്ടിന്റെ ഡയറക്ഷൻ ആണ്. ആ കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ ആണ് ഈ മിഡിൽ ഫിംഗർ പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ വന്നാൽ ദിസ് തംബ് പോയിന്റ്സ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ എ കണ്ടക്ടർ. അപ്പോൾ ഈ തമ്പ് പോയിന്റ് ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കണ്ടക്ടറിൽ എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്ന ഫോഴ്സിന്റെ ഡയറക്ഷനാണ് ഈ തമ്പ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ 4 ഫിംഗർ ഇൻഡിക്കേറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. 4 ഫിംഗർ സൂചിപ്പിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും മിഡിൽ ഫിംഗർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നത് കറണ്ടിന്റെ ഡയറക്ഷനുമാണെങ്കിൽ തമ്പ് പോയിന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നത് ആ കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മളെ വ്യക്തമാക്കുന്നത് സ്ട്രെച്ച് ഔട്ട് ലെഫ്റ്റ് ഹാൻഡ് സ്ട്രെച്ച് ഔട്ട് ചെയ്യുക. ഓക്കെ, സ്ട്രെച്ച് ചെയ്യുക ആൻഡ് എക്സ്റ്റെൻഡ് 3 ഫിംഗേഴ്സ്. അതെങ്ങനെയാണ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത്? All the 3 fingers are in mutually perpendicular direction. ഈ 3 ഫിംഗേഴ്സും മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ പിടിക്കുക. ഓക്കെ, അങ്ങനെ വന്നാൽ this 4 finger indicates the direction of magnetic field. ഈ 4 ഫിംഗർ സൂചിപ്പിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനാണ്. ഈ മിഡിൽ ഫിംഗർ ഷോസ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്. അപ്പോൾ 4 ഫിംഗർ സൂചിപ്പിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും മിഡിൽ ഫിംഗർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കറണ്ടിന്റെ ഡയറക്ഷനുമാണെങ്കിൽ തമ്പ് പോയിന്റ്സ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. തമ്പ് പോയിന്റ്സ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ എ കണ്ടക്ടർ. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സ്ട്രെച്ച് ഔട്ട് ചെയ്ത് നമ്മള് 3 ഫിംഗേഴ്സും മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ പിടിക്കുകയാണെങ്കിൽ 4 ഫിംഗർ പോയിന്റ് ചെയ്യുന്നത് സൂചിപ്പിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും മിഡിൽ ഫിംഗർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കറണ്ടിന്റെ ഡയറക്ഷനും തമ്പ് പോയിന്റ് ചെയ്യുന്നത് ആ കണ്ടക്ടറിൽ എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്ന ഫോഴ്സിന്റെ ഡയറക്ഷനുമാണ്. ഓക്കെ, ഇതാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഇറ്റ് ഹെൽപ്സ് us to find the direction of force experienced by a current carrying conductor placed in a magnetic field. മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിൽ അനുഭവപ്പെടുന്ന
ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഈ റൂൾ ഉപയോഗിക്കുന്നത്, ഈ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുന്നത്. അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ, ദിശ കണ്ടുപിടിക്കാനാണ് ഈ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ഹാൻഡിലെ 3 ഫിംഗേഴ്സും മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ പിടിക്കുകയാണെങ്കിൽ, അപ്പോൾ ഇത് 3ഉം പിടിച്ചിരിക്കുന്നത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ്. ഇതും പെർപെൻഡിക്കുലർ ആണ്, ഇതും പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, ഇതും പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ 3ഉം മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ നമ്മൾ പിടിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ 4 ഫിംഗർ, അതായത് ചൂണ്ടുവിരൽ സൂചിപ്പിക്കുന്നത്, 4 ഫിംഗർ അതായത് ചൂണ്ടുവിരൽ സൂചിപ്പിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനാണ്. നടുവിരൽ സൂചിപ്പിക്കുന്നത് കറണ്ട് ഫ്ലോയുടെ ഡയറക്ഷനാണ്. തമ്പ് സൂചിപ്പിക്കുന്നത് ആ കണ്ടക്ടറിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിന്റെ ഡയറക്ഷനാണ്. ഓക്കെ, സോ ദിസ് മിഡിൽ ഫിംഗർ indicates the direction of current, forefinger indicates the direction of magnetic field, and this thumb points the direction of force exerted on that conductor. Okay, അപ്പോൾ ഇതാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള്. നിങ്ങൾ വീഡിയോ വാച്ചിന് ശേഷം അറ്റൻഡൻസ് സ്ട്രിക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യണം. ഒരു 4 സ്റ്റുഡൻസ് അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നില്ല ക്ലാസ്സിൽ. ഈ രണ്ടാമത്തെ വീഡിയോ ഞാൻ ട്രൈപോഡിൽ എടുത്തിരിക്കുകയാണ്, അതായത് സ്റ്റില്ലായിട്ട് നിർത്തി എടുത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് വേണമെങ്കിൽ നോട്ട്സ് വേണമെങ്കിൽ 1 മിനിറ്റത്തേക്ക് വേണമെങ്കിൽ നോക്കാൻ, ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടതിന് ശേഷം ഇങ്ങനെ ഈ 2 വീഡിയോയും ഞാൻ എടുത്തിരിക്കുന്നത് ട്രൈപോഡ് ഉപയോഗിച്ചാണ്. അപ്പോൾ ഇതാണോ എഫക്റ്റീവ്, അതോ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇട്ട വീഡിയോ, അത് വേറൊരു വ്യക്തിയുടെ സഹായത്തോടെ എടുത്ത വീഡിയോ ആണ്, അതാണോ ഇഫക്റ്റീവ് എന്ന് നിങ്ങൾ നോക്കി പറയുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഓക്കെ.